ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അയൽവാസിയായ വാഴയിൽ കുഞ്ഞുവൻചാൻ്റെ വീട്ടിൽ വന്നതാണേ. അവിടുത്തെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് പയറും മനോഹരമായ രീതി പയറും പാഷൻ ഫ്രൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് കാണാമേ. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കുഞ്ഞുവൻചാനോട് ചോദിച്ചറിയാമേ. കുഞ്ഞുവൻചാൻ അമേരിക്കയിലായിരുന്നപ്പോൾ അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ 15-16 വർഷമായി മുമ്പ് അമേരിക്കയിലേക്ക് പോയിരുന്നു. എന്നാൽ മുൻപും എനിക്ക് കൃഷിക്ക് താല്പര്യമുള്ള ആളായിരുന്നു. അമേരിക്കയിൽ ഞങ്ങൾക്ക് ഏകദേശം 50 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. പാവയ്ക്കൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങളുടെ മലയാളികളായ ആളുകൾക്കൊക്കെ കൊണ്ടു കൊടുക്കുകയും ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ സമൃദ്ധിയായി ഞങ്ങളവിടെ കൃഷി ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്ഥലം കുറവാണ്. ഈ വീടും 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം ഇൻ്റർലോക്ക് പാകിയിരിക്കുകയാണ്. അതിൽ വെയിലിൻ്റേതായിട്ടുള്ള ശക്തി കുറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തത്. ഇത് സോയാബീൻ എന്ന് പറയുന്ന കൃഷി, അതുപോലെ തന്നെ കോവൽ, പിന്നെ മുന്തിരി എന്നിവകൾ ഞങ്ങൾ ആംഗ്ലർ പിടിപ്പിച്ച് നല്ല പന്തലൊക്കെ ഇട്ട് നെറ്റൊക്കെ കെട്ടി മനോഹരമായ രീതിയിൽ ചെയ്തു. പക്ഷേ അഭിവൃദ്ധിയായിട്ടത് ഉണ്ടായി. കോവലൊക്കെ കിലോ കണക്കിന് ഞങ്ങൾ പറിച്ചു. അയൽവാസികൾക്കും ചുറ്റുപാടുള്ളവർക്കുമായി ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ ഉപയോഗിച്ചു. സമൃദ്ധിയായിരുന്നു. അതുപോലെ തന്നെ സോയാബീൻ എന്ന് പറഞ്ഞ കൃഷിയാണ് ഈ കാണുന്നത്. അത് പിടിപ്പിക്കും. സോയാബീൻ എന്ന് പറയുന്ന മനോഹരമായ കൃഷിയാണ് കാണുന്നത്. അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഫലപ്രദമായ രീതിയിൽ അത് വിളയിച്ചു. അത് ഭാഗ്യവശാൽ ദൈവകൃപയാൽ അതൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്തി. ഏറ്റവും മനോഹരമായ രീതിയിൽ ഒട്ടും ഞങ്ങളുടെ മുറ്റത്ത് വെയിലിറങ്ങാത്ത രീതിയിൽ അഭിവൃദ്ധിയായിട്ട് അത് ഉണ്ടാകുവാൻ സഹായിച്ചു. ഇന്നും മറ്റനേകർ വന്ന് പറിച്ചുകൊണ്ട് പോയി അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. ഇതാണ് ഞങ്ങളുടെ വസ്തുത. മനോഹരമായിരിക്കുന്നു. ഞങ്ങളുടെ കൃഷിയിലെ ഒരു ഭാഗമാണ് പ്രാഷൻ പൂട്ട്. ഈ കിടക്കുന്നതൊക്കെ പ്രാഷൻ പൂട്ടാണ്. മനോഹരമായ രീതിയിൽ ചെയ്യുവാൻ സാധിച്ചു. വളരെയധികം ഉണ്ടാകുവാൻ സാധിച്ചു. വളരെ അയൽവാസികൾക്കും ദേശക്കാർക്കൊക്കെ കൊടുക്കുവാനും സന്തോഷകരമായിരിക്കാനും ഒക്കെ സഹായിച്ചു ഈ പ്രാഷൻ പൂട്ടൊക്കെ. മറ്റ് വിവിധ തരത്തിലുള്ള ശല്യങ്ങൾ കുറവാണ്. എന്നാൽ ഈ കുരങ്ങിൻ്റേതായിട്ടുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ ഇത്ര മനോഹരമായ രീതിയിൽ വിളവെടുക്കുവാനൊക്കെ ഒന്നും സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയുമാണ് ഇതിനു വേണ്ടി അധ്വാനിച്ചത്. മേരിക്കുട്ടിയാണ്. അവളും ഇത് ചൂട് സമയത്ത് വെള്ളം ഒഴിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ കൃഷിയൊക്കെ ചെയ്യുവാനൊക്കെ ഒന്നും സഹായിച്ചു. ഇത് സോയാബീൻ്റെ പൂവാണ്. വളരെ മനോഹരമായ രീതിയിൽ മുറ്റത്ത് ഇത് പന്തലിൻ്റെ കീഴിൽ വളരെയധികം കൊലകൾ ഇവിടെ ഉണ്ട്. ഇത് വളരെ മനോഹരമാണ്. ഇതിനോട് ചേർന്ന് ഈ പൂവ് പൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സോയാബീൻ്റെ പയർ നമുക്ക് കാണാം. ആ പയർ കൂട്ടാനൊക്കെ തോരൻ വെക്കാനും കറി വെക്കാനും മെഴുക്ക് വരട്ടി വെക്കാനും ഒക്കെ ആയിട്ട് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇത് വളരെയധികം ആളുകൾ കൊണ്ടുപോകുന്നു. വളരെയധികം ആളുകൾ ഈ കാഴ്ച കാണുവാൻ വേണ്ടി ഇവിടെ വരാറുണ്ട്. മനോഹരമായ രീതിയിൽ ഈ പൂവ് ഇത് വളരെ ഇതിൻ്റെ ശേഷം ഈ പൂവ് അത് മുഴുവനായി പൊഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള പയറുകൾ ഉണ്ടാവും. ഇതുപോലുള്ള പയറുകൾ ഇതിലുണ്ടാവും. ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ പയർ മൂത്ത് തുടങ്ങിയതാണ്. അധികം മൂക്കുന്നതിന് മുമ്പാണ് ഇത് പറിച്ച് കറിക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് തോരൻ വെക്കാനോ കറി വെക്കാനോ മെഴുക്ക് പുരട്ടാനോ ഒക്കെ ഏറ്റവും മനോഹരമാണ്. വളരെ രുചികരമായ ഒരു ഭക്ഷണ സാധനമാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ ബൈ.